ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിന്നേഴ്സ് എഡ്യൂടോക്ക്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ മസ്കുലാർ ടിഷ്യൂസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മസ്കുലാർ ടിഷ്യൂ? മസ്കുലാർ ടിഷ്യൂ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുടെയും ചലനത്തിന്, മൂവ്മെൻറ്റിന് കാരണമായിട്ടുള്ള ടിഷ്യൂസാണ്. ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണപ്പെടുന്നു. ഈ സെൽസ് കൺട്രാക്ട് ചെയ്തുകൊണ്ടോ ഷോർട്ടൻ ചെയ്തുകൊണ്ടോ ആണ് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. സോ ദാറ്റ് ഇസ് മസ്കുലാർ ടിഷ്യൂ. ഇനി മസ്കുലാർ ടിഷ്യൂ പല ടൈപ്സ് ഉണ്ട്. പ്രധാനമായും 3 തരത്തിൽ നമുക്ക് അവയെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് സ്കെലിറ്റൽ മസിൽ, സെക്കൻഡ് സ്മൂത്ത് മസിൽ, തേർഡ് കാർഡിയാക് മസിൽ. സോ ഫസ്റ്റ് സ്കെലിറ്റൽ മസിൽ. പ്രധാനമായും നമ്മുടെ കൈകാലുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ് ഈ ഒരു സ്കെലിറ്റൽ മസിൽ. നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഡീറ്റെയിൽ ആയിട്ടത് കാണാം. ഇതാണ് സ്കെലിറ്റൽ മസിലിൻ്റെ ഒരു ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാം ഇതിൽ ഒരുപാട് സ്ട്രയേഷൻസ് കാണപ്പെടുന്നുണ്ട്. സോ നമ്മൾ ഈ സ്കെലിറ്റൽ മസിലിനെ സ്ട്രയേറ്റഡ് മസിൽ എന്നും വിളിക്കുന്നു. ഇനി ന്യൂക്ലിയസിൻ്റെ കേസ്. ഒരു സെല്ലിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഫൈബറിൽ തന്നെ ഒരുപാട് ന്യൂക്ലിയസ് കാണാം. അതുകൊണ്ട് തന്നെ ഇത് ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഫൈബർ ആയിരിക്കും. ഇനി ഈ ഒരു സ്കെലിറ്റൽ മസിൽ കാരണമായിട്ടുണ്ടാകുന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വോളണ്ടറി മൂവ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ കൺട്രോളിലാണ് ഈ ഒരു മൂവ്മെൻ്റ് ഇരിക്കുന്നത്. ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ കൈ നീട്ടണം, ചുരുക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് നടക്കുന്നത്. അല്ലാതെ സ്വയം കയ്യിലുള്ള മസിൽ നീണ്ടുപോയി കൈ നീളുകയോ അതുപോലെ ചുരുങ്ങുകയോ ചെയ്യുന്നില്ല. അതായത് നമ്മുടെ കൺട്രോളിലാണ് ഈ ഒരു മൂവ്മെൻ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വോളണ്ടറി മൂവ്മെൻ്റ് ആയിരിക്കും. ഇനി ഈ ഒരു ഫൈബറിൻ്റെ പ്രത്യേകത അറിയാലോ. ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ്, അതുപോലെ തന്നെ ലോങ് ആയിരിക്കും. ഇത്രയുമാണ് ഫൈബറിനെ കുറിച്ച്, സ്കെലിറ്റൽ മസിൽ ഫൈബറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എവിടെയാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈകളിലും കാലുകളിലുമൊക്കെയായി ബോണുമായി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് കാണപ്പെടുന്നത്. അതായത് എല്ലുമായി അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫങ്ഷൻ? പ്രധാനമായിട്ടും നമ്മുടെ മൂവ്മെൻറ്റിന് കാരണമാകുന്നു, അതുപോലെ പ്രൊട്ടക്ഷൻ തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. സോ ദാറ്റ് ഇസ് സ്കെലിറ്റൽ മസിൽ ടിഷ്യൂ. ഇനി അടുത്ത ടൈപ്പാണ് സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. അതായത് ഒരു സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും ഇവിടുത്തെ സെൽസിന്. സ്പിൻഡിൽ ഷേപ്പ് സെൽസ്. ആ സ്പിൻഡിൽ ഷേപ്പിന് എന്താ പ്രത്യേകത? അതിൻ്റെ മിഡിലായിട്ടുള്ള റീജിയനിൽ കുറച്ച് വൈഡ് ആയിരിക്കും. മറിച്ച് 2 എൻഡുകളിലും അത് ടാപ്പറിങ് ആയിട്ടാണ് വരുന്നത്. അതായത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഒരു ഫൈബറിൽ കാണുന്നുള്ളൂ. മറിച്ച് സ്കെലിറ്റൽ മസിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സിംഗിൾ ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സ്ട്രയേഷൻസ് ഇവിടെ കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്മൂത്ത് മസിൽസിനെ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്നും വിളിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്മൂത്ത് മസിൽസിൻ്റെ മൂവ്മെൻറ്റ് അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. അതായത് നമ്മുടെ കൺട്രോളിലല്ല ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ടൈപ്പ് ഓഫ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ സ്റ്റൊമക്കിലും ലങ്സിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ തീരുമാനത്തിനനുസരിച്ചിട്ടല്ല. ബിക്കോസ് ഇപ്പോൾ ലങ്സിൽ നമ്മുടെ ശ്വസനം നടക്കുന്ന അത്രയും ടൈം വരെ ഈ ലങ്സിൽ ഈ മസിൽസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ ഇൻറ്റസ്റ്റൈനിലും ഒക്കെ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഒരിക്കലും ലങ്സിലെ ഈ ഒരു പ്രവർത്തനം നിൽക്കുന്നില്ല. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോഴല്ല അവരുടെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ ഇത്രയുമാണ് സ്മൂത്ത് മസിൽ ഫൈബറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലൊക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റൊമക്ക്, ലങ്സ്, ഇൻറ്റസ്റ്റൈൻ, ഗോൾ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ ഐറിസ് പോർഷനിലും കാണപ്പെടുന്നുണ്ട്. സോ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻ. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ GI ട്രാക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രൊപ്പൽ ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു രീതിയിലാണ് നടക്കുന്നത്. അതായത് സ്മൂത്ത് മസിലിൻ്റെ ഒരു ഫങ്ഷൻ കാരണമാണ്. അതുപോലെ യൂറിനറി ബ്ലാഡറിൻ്റെ കൺട്രാക്ഷൻ വഴി നമ്മൾ യൂറിനേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ യൂറിനറി ബ്ലാഡർ കൺട്രാക്ട് ചെയ്യണം. സോ അതെല്ലാം സ്മൂത്ത് മസിലിൻ്റെ ഒരു ഫങ്ഷനാണ്. അതാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് സ്മൂത്ത് മസിൽ. ഇനി അടുത്തതാണ് കാർഡിയാക് മസിൽസ്. കാർഡിയാക് മസിൽസ് എന്ന് പറയുമ്പോൾ
ആ ഒരു പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എവിടെയാണ് കാണപ്പെടുന്നത്, പ്രധാനമായിട്ടും ഹാർട്ടിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു മസിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഷേപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ടാണ് അവിടെ കാണപ്പെടുന്നത്. അതുപോലെ സ്ട്രയേഷൻസും കാണപ്പെടുന്നുണ്ട്. സോ കാർഡിയാക് മസിൽസ് ഈസ് സ്ട്രയേറ്റഡ് മസിൽ. ഇനി ന്യൂക്ലിയസ് യൂഷ്വലി ഒരെണ്ണമാണ് കാണുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണാറുണ്ട്. അതായത് 2 എണ്ണമൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആണ്. നമുക്കറിയാലോ ഹാർട്ടിൻ്റെ മിടിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. അതായത് വോളണ്ടറി അല്ല. സോ ഇൻവോളണ്ടറി മസിൽസ് ആണ്. പിന്നെ ഈ ഒരു ഫൈബറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഒരു ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ. ഇത് കാർഡിയാക് മസിൽ ഫൈബേഴ്സിനെ പരസ്പരം യോജിപ്പിക്കുന്ന ഒരു പോർഷനാണ്. ഇത് പ്ലാസ്മ മെംബ്രെയിൻ തിക്കൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്ക് ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. സോ ദാറ്റ് ഇസ് കാർഡിയാക് മസിൽ ഫൈബർ. ഇനി എവിടെയാണ് കാണപ്പെടുന്നത്? ഹാർട്ടിൻ്റെ വോളിലാണ് പ്രധാനമായിട്ടും ഇവ കാണപ്പെടുന്നത്. ഫങ്ഷൻ പമ്പിങ് ഓഫ് ബ്ലഡ് ഇൻ ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. സോ ദാറ്റ് ഇസ് കാർഡിയാക് മസിൽസ്. സോ ഇത്രയുമാണ് നമ്മുടെ മസ്കുലർ ടിഷ്യൂസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ടുഡേയ്സ് വീഡിയോ. Hope you like it. Keep watching. Thank you.